തെരുവ് നായകൾക്ക് മാത്രമായ ഒരു പരിഗണന എന്ന് പറയാൻ പറ്റില്ല. തെരുവ് നായ അല്ലെങ്കിൽ നായ എന്ന് പറയുന്ന ജീവി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മനുഷ്യന്റെ ആദ്യ പരിണാമകാലം തൊട്ട് മനുഷ്യന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ജീവിച്ചിരുന്ന ഒരു ആനിമലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ സമയം തൊട്ടേ ഈ നായകൾ തെരുവിലുള്ളതാണ്, നായകൾ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നതാണ്. അപ്പോൾ ഈ നായകള് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഈ 2001 ഈ ABC റൂൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ABC റൂൾ നിലവിൽ വരുന്നതിന് മുൻപ് പല സ്ഥലങ്ങളിലും നായകളെ കുടുക്കിട്ട് പിടിച്ച് അടിച്ചു കൊല്ലുകയും അതുപോലെ മരുന്ന് കുത്തിവെച്ച് കൊല്ലുകയും വിഷം വെച്ച് കൊല്ലുക, അങ്ങനെ അങ്ങനെ പല രീതികളും ട്രൈ ചെയ്ത് ആ എല്ലാ ഓപ്ഷൻസും ഫെയിലിയർ ആണെന്ന് മനസ്സിലാക്കി ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്താണ് ഇതിനുള്ള ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ABC റൂള് ഇന്ത്യയിൽ 2001 നിലവിൽ വന്നത്. അപ്പൊ ABC റൂൾ നിലവിൽ വന്നതിന് ശേഷം നായകളെ കൊല്ലാതെ നായകളെ പിടിച്ചുകൊണ്ട് നെറ്റ് ഉപയോഗിച്ച് പിടിച്ചുകൊണ്ട് ABC അല്ലെങ്കിൽ അതിന്റെ വന്ധ്യീകരണ ശസ്ത്രക്രിയ നടത്തി വാക്സിനേറ്റ് ചെയ്ത് അതിനെ അടയാളപ്പെടുത്തി ഇയർ നോച്ച് ചെയ്ത് റോഡിൽ തന്നെ വിടുക എന്നുള്ളതാണ് ഈ ABC റൂൾ പറയുന്നത്. അപ്പൊ ഈ ABC റൂൾ പ്രകാരം പിടിച്ചുകൊണ്ടുപോയ നായയെ വന്ധ്യീകരണത്തിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വിടണം എന്നുള്ളതാണ് അടുത്ത ഒരു പ്രത്യേകത. അപ്പോ അങ്ങനെയുള്ള നിയമം എന്തുകൊണ്ട് പ്രായോഗികമല്ല എന്നുള്ളത് ഇവിടെ പ്രയോഗിച്ച് നോക്കിയാലല്ലേ പ്രായോഗികമാണെന്ന് മനസ്സിലാവുള്ളൂ. വളരെ കുറച്ച്, അതായത് ഒരു 5-10%, അതായത് ഈ കൊല്ലം തന്നെ കണക്കുകൾ പറയുന്ന ആകെ 13,000 നായകളെയാണ് കേരളത്തിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിൽ ഏകദേശം ഒരു ഫ്ലോക്സ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഇത്രയും ആകെ എല്ലാ ജില്ലകളിലും AB സെന്റർ പോലെ അതുപോലെ മലപ്പുറം പോലെയുള്ള ജില്ലകളിലൊന്നും AB സെന്റർ ഇല്ല എന്നുള്ളതാണ് വിവരാവകാശ രേഖകൾ പറയുന്നത്. അപ്പൊ ആ ജില്ലകളിലുള്ള നായകൾക്കൊക്കെ ആരാണ് വന്ധ്യംകരണം ചെയ്യുന്നത്, ആരാണ് വാക്സിനേറ്റ് ചെയ്യുന്നത്? അപ്പൊ ആ ജില്ലകളിലൊക്കെ വന്ധ്യംകരണം ചെയ്യാതെ വന്ധ്യംകരണം എങ്ങനെ ഫലപ്രദമല്ല എന്ന് ആ ജില്ലയിലൊക്കെ പറയുന്നു നമുക്കറിയില്ല. അതൊരു വശം. അപ്പൊ എന്തുകൊണ്ട് ഇത് ഫലപ്രദമല്ല എന്ന് പറയുന്നത്, ഇവര് പറയുന്നത് ഡോഗ്സിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കടിക്കാനായിട്ട് പല്ല് റിമൂവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഡോഗ് എപ്പോഴാണ് കടിക്കുന്നത്? സാധാരണ രീതിയിൽ ഇപ്പൊ ഇവിടെ കാണുന്ന എല്ലാ ബൈറ്റുകളും, എല്ലാ സ്ട്രേ ഡോഗ് ബൈറ്റുകളും ഒരു 99% റാബീസ് ബൈറ്റുകളാണ്. അതായത് ഒരു ഡോഗിന് റാബീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബ്രെയിനിലോട്ടുള്ള സിഗ്നൽസ് ഒക്കെ നഷ്ടപ്പെട്ട് അതിനെ എന്ത് മുൻപിൽ കണ്ടാലും അതൊരു വടി കൊടുത്താൽ പോലും കടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്ത് തടസ്സം അതിന് മുമ്പിൽ വരികയാണെങ്കിൽ അത് കടിക്കുകയാണ്. അത് മനുഷ്യനാണോ, കുട്ടിയാണോ, പ്രായമുള്ളവരാണോ, അല്ലെങ്കിൽ മൃഗസ്നേഹിയാണോ, മനുഷ്യസ്നേഹിയാണോ എന്നൊന്നും നായ നോക്കുന്നില്ല. അപ്പൊ ഈ ബൈറ്റ് എന്ന് പറഞ്ഞാൽ റാബീസ് ബൈറ്റ് ആണ്. അപ്പൊ ഈ റാബീസ് ബൈറ്റ് ഉണ്ടാകാനായിട്ട് കാരണം എന്ന് പറഞ്ഞിട്ട് റാബീസ് വാക്സിൻ എടുക്കാത്തത് കൊണ്ട് അത് വേറെ ആനിമൽസ് ആയിട്ട് കുറുനരി പോലുള്ള ആനിമൽസ് ആയിട്ട് കോണ്ടാക്ട് വന്നിട്ടാണ് ഈ റാബീസ് ഡോഗ്സിലോട്ട് വരുന്നത്. അല്ലാതെ ഡോഗ്സിന് ഇൻബിൽട്ട് ആയിട്ട് റാബീസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അത് നായയുടെ കൂടെയുള്ള ഒരു സംഭവമല്ല, അത് പ്രത്യേക സാഹചര്യങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഈ വാക്സിനേഷൻ ചെയ്യുന്നത്. അപ്പൊ വാക്സിനേഷൻ ഫലപ്രദമല്ല എന്നാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കടിച്ച കുറെ കേസുകൾ ഉണ്ടല്ലോ, ആ കേസുകളിൽ എത്ര നായകൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ ആ ഡോഗുകളെല്ലാം സ്റ്റെറിലൈസ്ഡ് ഡോഗ്സ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ സ്റ്റെറിലൈസ്ഡ് ഡോഗ് ആണെങ്കിൽ അതിന് ലൈഫിൽ 1 ടൈം വാക്സിനേഷൻ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വാക്സിനേഷൻ ലഭിച്ച ഡോഗ് പോലും റാബിഡ് ഡോഗ് ആയിട്ട് കടിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ വാക്സിന്റെ ഗുണനിലവാരവും ബാക്കിയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ റാബീസ് വരുന്നതെല്ലാം ഒരു യങ് ഡോഗ്സ്, അതായത് ജസ്റ്റ് പപ്പീസ് ആയിട്ട് അഡൾട്ടായി വരുന്ന ഒരു ഡോഗ്സിനാണ് റാബീസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഡോഗ്സ് ഒന്നും ഒരു കാരണവശാലും വാക്സിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, വന്ധ്യംകരണം ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് അതിന്റെ കാരണം. അപ്പൊ ഇവര് പറയുന്നത് ഈ ഡോഗുകളെല്ലാം കൊല്ലാതെ ഷെൽട്ടറിലോട്ട് കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പൊ ഓൾറെഡി സുപ്രീം കോടതിയുടെ ഒരു ഓർഡറുകൾ 2011 തൊട്ട് കേസുകൾ കേട്ട് 2024 ആ കേസ് ഡിവിഷൻ ബെഞ്ച് ഫൈനൽ ഓർഡർ കൽപ്പിച്ചുകൊണ്ട് ഒരു നായകളെ പോലും കാനി സ്പീഷീസിൽ പെട്ട അനിമലിനെ ഒരു കാരണവശാലും ഇൻഡിസ്ക്രിമിനേറ്റ് കില്ലിങ്, അതായത് വിവേചനരഹിതമായിട്ട് കൊല്ലരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും കൊല്ലരുത്, കൊന്നിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള നിയമം വെച്ചിട്ട് കേസ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഓർഡർ നിലനിൽക്കെ അതേ ഒരു പവറുള്ള വേറൊരു ഡിവിഷൻ ബെഞ്ച് സുവോമോട്ടോ ആയി, അതായത് അദ്ദേഹത്തിന് ആ ജഡ്ജിന് ഒരു ഡോഗ് ഒരു കുട്ടിയെ കടിച്ച് ആ കുട്ടി മരിച്ചതിലുള്ള വിഷമത്തിൽ അദ്ദേഹം സുവോമോട്ടോ ആയിട്ട് എടുത്തൊരു കേസാണ്. അപ്പൊ അദ്ദേഹം കേസ് കേൾക്കുന്ന സമയത്ത് മുൻപ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ കക്ഷി ചേരാൻ വന്നിട്ടുള്ള കക്ഷികൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ഓർഡർ നിലവിലുണ്ടെന്നും ABC റൂളില് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സാർ ഓർഡർ ചെയ്തിരിക്കുന്നതെന്നും പറയാനായിട്ട് ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് അവിടെ വന്നപ്പോൾ അവരെ കക്ഷി ചേർക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു പരമോന്നത കോടതിക്ക് അവരുടെ തന്നെ ഓർഡർ അതേ ബെഞ്ചിന് വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം, അല്ലാതെ വേറൊരു ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ എന്തുകൊണ്ടാണ് ഷെൽട്ടറിൽ മാറ്റേണ്ടെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷെൽട്ടറിൽ പോയി കഴിഞ്ഞാൽ പല ഏരിയയിൽ നിന്നുള്ള നായകളാണ് ഈ ഷെൽട്ടറിൽ വരുന്നത്. ഇപ്പൊ ഒരു പഞ്ചായത്തിൽ ഒരു 250 നായകൾ ഉണ്ടെങ്കിൽ
ഒരു പഞ്ചായത്തിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പല വാർഡുകളിലുള്ള പല അസുഖങ്ങളുള്ള പല ബിഹേവിയർ ഉള്ള നായകളെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഏക്കർ എങ്ങാനും അപ്രോക്സിമേറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഏക്കറിൽ 250 നായകളെ പാർപ്പിച്ചു കഴിഞ്ഞാൽ ഈ നായകൾ വരുന്നതോടുകൂടെ തന്നെ പല അസുഖങ്ങളായിട്ടാവും വരിക. അപ്പൊ ഈ നായകൾ വേറെ നായകളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള അസുഖം വേറെ നായകൾക്ക് വരും. ചിലപ്പോൾ റാബീസ് ഉള്ള ഡോഗിനെ ആയിരിക്കും റാബീസ് ഇല്ലാത്ത ഡോഗിന്റെ കൂടെ ഇടുന്നുണ്ടാവുക. അപ്പൊ ഈ ഷെൽട്ടറിന്റെ ഉള്ളിൽ എല്ലാ ഡോഗ്സിനും റാബീസ് ആവും. അങ്ങനെ അത് മരിച്ചു പോകാനുള്ള സാധ്യതകൾ ഒരു 99% ഷെൽട്ടറുകളിൽ മരണങ്ങൾ നടക്കും. അത്രയും മോണിറ്ററിങ്, അത്രയും വാക്സിനേഷനും, അതേപോലെ ട്രീറ്റ്മെന്റും, അതേപോലെ കെയർ ടേക്കേഴ്സും, അതുപോലെ ഫുഡും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസും ഒക്കെ കൊടുത്താൽ മാത്രമേ ഈ ഡോഗ്സ് ഷെൽട്ടറിൽ ജീവിക്കുള്ളൂ. കാരണം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളുടെ ഷെൽട്ടറിൽ 210 ഡോഗ്സ് ഉണ്ട്. ഇപ്പൊ ഒരു നായ ഷെൽട്ടറിൽ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡോഗ് വാക്സിനേറ്റഡ് അല്ലെങ്കിൽ അതിന്റെ അസുഖം അവിടെയുള്ള എല്ലാ ഡോഗ്സിനും വന്ന് ചിലപ്പോൾ കുറച്ച് ഡോഗുകൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഫീസിബിൾ അല്ല, സയന്റിഫിക് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ABC റൂള്. ആ നായെ പിടിച്ച് വാക്സിനേറ്റ് ചെയ്ത് വന്നിങ്ങനെ ഇത് അവിടെ തന്നെ വിടണം, അതിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ ഏരിയയിൽ കണ്ടെയ്ൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫലപ്രദമല്ല എന്ന് ഒരു സുപ്രീം കോടതി ജഡ്ജിന് പറയാനായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് ഇതിന്റെ സയന്റിഫിക് ആസ്പെക്ട് അറിയണം എന്നില്ല. കാരണം അത് സയന്റിഫിക്കലി പഠിച്ചിട്ടാണ് ഒരു ABC റൂൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു റൂളിനെ ഓവർറൂൾ ചെയ്യുന്ന ഒരു ജഡ്ജ്മെന്റ് അദ്ദേഹത്തിന് പറയണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടെങ്കിലും മിനിമം സപ്പോർട്ട് ചെയ്യാൻ വേണം. തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മാനുഷിക മൂല്യം കൂടി കൽപ്പിച്ചിട്ടാണ്. കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ്. അപ്പോൾ പിന്നെ ഇതിൽ തെരുവുനായ മൃഗസ്നേഹം മാത്രം മതിയോ എന്നാണ്. അതെ 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 ഞാനിപ്പോ ഇന്നൊരു ഏറ്റവും വലിയ കാര്യം റേപ്പ് ചെയ്ത് മരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല മരണങ്ങളുണ്ട്. ഇത് മാത്രമല്ല മരണം. അപ്പൊ അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്ത് പറയാൻ സാധിക്കില്ലല്ലോ. അതിനുള്ള ശിക്ഷ, കടുത്ത ശിക്ഷ പ്രതികൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നായകർക്കെതിരെ എന്താണ് നടപടി സ്വീകരിക്കുന്നത്? ഇല്ല. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ആ പ്രോബ്ലം ഇല്ലാതാക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. അതിന് ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനത്തെ എടുത്തു കളയുക എന്നുള്ളതല്ല അതിനുള്ള പരിഹാരം. അത് വെച്ചുകൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ വണ്ടി ആക്സിഡന്റ് വരുന്ന സമയത്ത് വണ്ടി നമ്മൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിന്റെ വണ്ടിയിൽ റോഡിലെ നിയമങ്ങളുണ്ട്, ബാക്കിയുള്ള ട്രാഫിക് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ വണ്ടിയുടെ ഇൻഷുറൻസ്, ഫിറ്റ്നസ്, അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ആക്സിഡൻസ് കൺട്രോൾ ചെയ്യുന്നതും അതുപോലെയുള്ള പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ഈ തെരുവുനായ ഒരു പ്രശ്നം തന്നെയാണ്. ആ തെരുവുനായകളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എന്തുകൊണ്ട് അത് പാലിക്കാതെ അത് ഫലപ്രദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നായകളെ മുഴുവൻ കൊല്ലണം എന്ന് ഒരു കൂട്ടർ പറയുന്നു. കേരളത്തിൽ പിന്നെ കൊല്ലലാണ്. കേരളത്തിന് ഷെൽട്ടറിന് സ്ഥലമില്ല, ABC സെന്ററിന് സ്ഥലമില്ല, വാക്സിനേഷൻ ചെയ്യാനായിട്ട് പൈസ ഇല്ല, ഒന്നുമില്ല.